അലീന സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഏകാന്തതയിലേക്ക് നോക്കി ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. എന്താ അലീന, മോളെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി? മുഖത്തൊരു വിഷമം പോലെ എന്ന് ചോദിക്കുകയാണ്. പപ്പ, ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ വെറും തിന്നും കുടിച്ച് കിടക്കുകയല്ലേ എന്ന് പറയുമ്പം അങ്ങനെയല്ലല്ലോ. ബാലിൻ്റെ വീട്ടിൽ നിനക്ക് ആ രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ലേ? ബബലെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലേ? അതുപോലെ അവിടുത്തെ എല്ലാം നീ മാറ്റിമറിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം പക്ഷേ അവിടെ ഞാൻ കാരണം ഒരു വിള്ളലും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ദൈവനിശ്ചയമാണ്. എന്നെങ്കിലും നീ വരേണ്ടതും നിന്റെ അമ്മയെ കാണേണ്ടതും അല്ലേ? അതങ്ങനെ സംഭവിച്ചു. അതിന് മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല പപ്പ, എങ്കിലും എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമം പോലെ. ഇവിടെ വന്നിട്ടും ഇപ്പം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്ത് പ്രശ്നം? എൽസമ്മേനെ നീ ഇതുവരെ അങ്ങനെ ദ്രോഹിച്ചിട്ടില്ല. എൽസമ്മയ്ക്ക് തിരിച്ചങ്ങനെ തോന്നിയിട്ടുമില്ല. റീത്താമ്മയുടെ കള്ളത്തരങ്ങളെല്ലാം നീ കണ്ടുപിടിച്ചു. ആ എൽസമ്മയാണെങ്കിലോ വയ്യാതെ കിടന്ന് അവളെ വൃദ്ധസ്ഥാനത്തിലാക്കാൻ പോയപ്പോൾ പോലും നീയാണ് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും എന്നും എൽസമ്മയ്ക്ക് കാണും. ഡാനിയമോളുടെയും ഡെൽസമോളുടെ ജീവിതം രക്ഷപ്പെടുത്തിയത് നീ ഒറ്റയെടുത്തിയാ. അതുപോലെ ഷെറിന് അവളുടെ കൊച്ചിനെ കാട്ടിക്കൊടുത്തതും ഷെറിനും ടോണിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തതും നീയല്ലേ. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ നീ മൂലം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും എങ്ങും ഒന്നും എത്താത്തതുപോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, നീ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാറായി. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു തോന്നൽ. എന്ത് ഘട്ടം എന്ന് ചോദിക്കുമ്പം നിന്റെ വിവാഹക്കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തതിന് നിന്റെ വിവാഹമാണ് നടക്കേണ്ടത്. അതാണ് നിന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്ന ചിന്ത. ഏയ്, ഒരിക്കലും അല്ല പാപ്പാ, എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്ത പോലും ഇല്ല എന്ന് പറയുമ്പം നീ പറഞ്ഞ ആളെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് ഓർത്തിട്ടാണോ? എന്തായാലും മനുഷ്യങ്കാർ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. കൊല്ലപ്പള്ളിയിലുള്ള ആ ദുഷ്ടന്മാരുടെയൊക്കെ മകനാണല്ലോ, അവൻ്റെ പിന്തലമുറക്കാരനാണല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. എൻ്റെ മകളെയും അതുപോലെ അവന് കഷ്ടപ്പെടുത്തുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികം, അതും എനിക്കൊരു പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പം അലീന പറയാണ്, സമ്പത്തൊന്നും അല്ലല്ലോ, മനസ്സുകൊണ്ടുള്ള ഇഷ്ടമല്ലേ പപ്പ പ്രധാനം. മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്തും കെട്ടിപ്പിടിച്ച് ജീവിക്കാനൊക്കുമോ? മനസ്സമാധാനം ഇല്ലാതെ എത്ര കാലം ജീവിക്കാനാ എന്ന് പറയുമ്പം അത് മോള് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒറ്റ കാര്യം, എനിക്ക് എൻ്റെ മകള് സന്തോഷമായിട്ട് ജീവിക്കണം. ഇത്രയും കാലം നീ ഒരുപാട് അനുഭവിച്ചു. ഇതൊന്നും ഇനിയൊന്നും അനുഭവിക്കാൻ പാടില്ല. നിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും വരാൻ പാടില്ല. അതിന് ഞാൻ ജീവനുള്ളപ്പം സമ്മതിക്കില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനോഹരനെ ഇഷ്ടമാണ്, മനോഹരൻ എന്നെയും. ഞങ്ങൾ തമ്മിൽ സ്വസ്ഥമായിട്ട് ജീവിക്കും, അത് ഉറപ്പാ. മനോഹരനുണ്ടെങ്കിലേ എൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകുള്ളൂ അപ്പ എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, എങ്കിലും ഞാൻ സമ്മതിച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചോളാം. മുമ്പേ ഉണ്ടായിരുന്ന എല്ലാ വാശി വൈരാഗ്യം എല്ലാവരും ഉപേക്ഷിച്ചില്ലേ? അത് മാത്രമല്ല, മനുവിനെ ഞാൻ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. നീ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമാണ് കൊട്ടാരമട്ടത്തിലും പുനലൂരും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ റീത്താമേലിന്റെ പിടിയിൽ നിന്നും എൻ്റെ മക്കളെയും ഭാര്യയും നീ രക്ഷപ്പെടുത്തിയല്ലോ എന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് എനിക്ക് വിഷമം. അച്ഛൻ്റെ അവസ്ഥ ഇപ്പോൾ തീരെ മോശമാണ്. എന്നോട് കൃഷ്ണമോൾ വിളിച്ച് പറഞ്ഞു, അച്ഛനിപ്പോൾ എപ്പോഴും മദ്യപാനാണ്. അച്ഛൻ്റെ കരള് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായി. അത് മാത്രമല്ല, ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ഇപ്പോഴും ടാബ് എടുക്കുന്നുണ്ട്. ആ അച്ഛനാ ഇങ്ങനെയൊക്കെ. എനിക്ക് അച്ഛനടുത്തേക്ക് പോകണമെന്നുണ്ട്. അലീന, അവൻ നടക്കുന്ന കാര്യമില്ല, നിനക്കറിയാലോ. വൈജി ഇപ്പോഴും നീ അവളുടെ മകളാണെന്നുള്ള കാര്യം അംഗീകരിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നീ ഇനിയാണ് പോണത് വീണ്ടും ആ വീട്ടിലെ പ്രശ്നങ്ങൾ കൂട്ടാൻ കാരണമാവുകയുള്ളൂ. ബാലന് ഇപ്പം നിന്റെ സാമീപ്യം ആവശ്യമാണെങ്കിൽ പോലും അത് നടക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ വൈജിയോട് എല്ലാം തുറന്നു പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നിനക്ക് നന്നായി അറിയാമല്ലോ എന്ന് പറയുമ്പം അതൊക്കെ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. നിനക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും കോഴ്സ് നോക്കിക്കൂടെ? അതായിരിക്കില്ല നല്ലത് എന്ന് ചോദിക്കുമ്പം ഇനി ഈ പ്രായത്തിലോ എന്ന് ചോദിക്കുമ്പം നിനക്കങ്ങനെ ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല. 30 കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, 24 വയസ്സായതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും പഠിക്കാനുള്ള
സമയമുണ്ട്. നീ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പം +2 എന്ന് പറയുന്നുണ്ട്. +2 ഞാൻ എഴുതിയെടുത്തതാ. 10ാം ക്ലാസ് വരെ സ്കൂളിലേക്ക് പോയിട്ടുള്ളൂ എന്ന് പറയുമ്പം നിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പം എൻ്റെ ഉണ്ട് എന്ന് പറയാണ്. അതൊക്കെ ഒന്ന് കാണിച്ച് എന്നും പറഞ്ഞ് സ്റ്റാൻലി നോക്കുമ്പം എല്ലാ വിഷയത്തിലും ഫുൾ A+ ആണ്. പക്ഷെ അവൾ മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പോൾ മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചതെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല. ഇത് വെച്ച് നിനക്ക് ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അതും കൊണ്ട് പോണുണ്ട്. അങ്ങനെ സ്റ്റാൻലി അലീനയെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ അടുത്തൊരു കോളേജിൽ ചേർക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ച് അലീന ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് നല്ല കാര്യമില്ലേ ചേച്ചി, എന്നെ കണ്ടില്ലേ ഇവിടെ വന്ന പാടെ മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും കൂടെ കോളേജിൽ ചേർത്ത് വിട്ടു. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും ഇങ്ങനെ തുടർന്ന് പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്ന് നമ്മുടെ കൂടെ വിദ്യാഭ്യാസം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും, ഇട്ടച്ചിടയ്ക്ക് പോയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാനതുകൊണ്ടിപ്പോൾ സെക്കൻഡ് ഇയർ ആയില്ലേ, 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും എന്ന് അവൾ പറയുന്നുണ്ട്. ചേച്ചി എന്തെടുക്കാനാ പ്ലാൻ? എനിക്ക് നിനക്കറിയാലോ, കുഞ്ഞുനാൾ മുതലേ എനിക്കൊരു ഡോക്ടറാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു IAS, പിന്നെ വക്കീൽ, അങ്ങനെ സാധാരണ എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ. ഓരോ പ്രായത്തിൽ ഓരോന്നാവാനുള്ള ആഗ്രഹങ്ങൾ തോന്നിക്കും. അപ്പം ചേച്ചി ഒരു ഡോക്ടറാവാൻ പോവാണോ? ഏയ് അതൊന്നും ഇല്ല. അതൊന്നും ഇനി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എത്ര വർഷം പഠിച്ചാലാ? അതൊക്കെ പറ്റുമോ? ആ ശരിയല്ലേ, മൂത്ത് നരച്ച് ഒരു മനുവേട്ടൻ അവിടെ കാത്തിരിപ്പുണ്ടല്ലോ, നീ ഒന്ന് പോയടി എന്ന് പറയാണ്. അതൊന്നും അല്ല, പപ്പയ്ക്ക് വരെ നിർബന്ധം ഞാൻ പഠിക്കാൻ പോണമെന്ന്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാ. പഠിക്കേച്ചി, ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് വിഷമമൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ. എങ്കിലും എങ്ങനെ പഠിക്കണമെങ്കിലും 3-4 വർഷം കഴിഞ്ഞു പോവില്ലേ? മനുവേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാ. മനുവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം അതും ഒരു സൈഡിൽ ശരിയാണ്. ഞാൻ പിന്നെ ഇത്രയും പ്രായമില്ലായുള്ളൂ, ചേച്ചി മൂത്ത് നരച്ചില്ലേ, ഒന്ന് പോടി എവിടുന്ന് എന്ന് പറയാണ്. അങ്ങനെ അലീന വൈകുന്നേരം മനുവിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയാണ്. പാപ്പ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, എനിക്ക് പറ്റിയ ഏതെങ്കിലും ഒരു കോഴ്സ് നോക്കാൻ. അപ്പോൾ അലീന ഇനി പഠിക്കാൻ പോവാണോ? അതേ മനുവേട്ടാ. പാപ്പ അങ്ങനെയാ പറഞ്ഞത്. മനുവേട്ടന് അതിന് എതിർപ്പുണ്ടോ? എനിക്കെന്ത് എതിർപ്പാ? നീ പഠിക്കുന്നത് നല്ല കാര്യമല്ലേ? നിന്റെ ലൈഫിൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. നിന്നെ കളിയാക്കിയവരുടെ മുമ്പിലെ നിനക്കതൊരു ഗമയായിരിക്കും. അത് മാത്രമല്ല, ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് എവിടെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കൂടെ തന്നെ കാണും, നമ്മുടെ തണലായിട്ട്. അതുകൊണ്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രേ നല്ലത്. അല്ല മനുവേട്ടാ, ഒരു കോഴ്സ് തീരണമെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും 4-5 വർഷം കഴിഞ്ഞു പോവില്ലേ? അത്രയും നാൾ എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. നീ എനിക്കുണ്ടെന്നൊരു വാക്ക് മാത്രം എനിക്ക് നൽകിയാൽ മതി എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ നൽകി കഴിഞ്ഞതല്ലേ. അത് മാത്രമല്ല, പപ്പ എന്നോട് പറഞ്ഞു മനുവിൻ്റെ കാര്യമാണെങ്കിൽ പപ്പയ്ക്ക് സമ്മതമാണ്, ഒരു കുഴപ്പമില്ല എന്ന്. നേരത്തെ പപ്പ സമ്മതം മൂളിയിരുന്നാണല്ലോ, ഇനി അത് ഉറപ്പിച്ച് ഒന്നുകൂടി പറഞ്ഞു. മനുശങ്കറെ പപ്പയ്ക്ക് ഇപ്പോൾ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. മനുശങ്കറിൻ്റെ മനസ്സിലെ നന്മ എന്താണെന്ന് പപ്പ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്ത് പേടി? അല്ല, എനിക്കിപ്പോൾ 28 വയസ്സായല്ലോ. ഇനി ഒരു 5 വർഷം കൊണ്ട് നീ പഠിക്കുമ്പം എനിക്ക് 33-34 വയസ്സാവും. അതുവരെ ആകുമ്പോഴേക്കും ഞാൻ മൂത്ത് നിറച്ച് കിളവനായെന്ന് പറഞ്ഞോണ്ടേ നിന്റെ പപ്പ എന്നെ വേണ്ടെന്ന് വെക്കുമോ? ഇനി അങ്ങനെ വേണ്ടെന്നൊന്നും വെക്കില്ല മനുവേട്ടാ. എനിക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, കുറേയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഡോറിൽ മുട്ടുന്നുണ്ട്. എനിക്ക് അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുമ്പം അതിനെ ഫോൺ ഓഫാക്കിയിട്ട് കയറി വാപ്പാ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റാൻലി കയറി വരുന്നുണ്ട്. ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ മനുവേട്ടൻ. അല്ല, നീ കോഴ്സിനെ പറ്റി പറഞ്ഞു. അവനെന്താ പറഞ്ഞത്? അത് പിന്നെ എത്ര വർഷം വേണേലും മനുവേട്ടൻ കാത്തിരുന്നോളാം. വിദ്യാഭ്യാസമാണ് അത്യാവശ്യം, എത്രയും പെട്ടെന്ന് പഠിക്കാൻ പോകാൻ നോക്കാനാ മനുവേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ് ബുദ്ധിയുള്ള ആമ്പിള്ളേർ. അല്ലാതെ പഠിക്കാൻ പോകണ്ട, എനിക്കിപ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതെങ്കിലേ ഈ കല്യാണം പോലും ഞാൻ നടത്തില്ലായിരുന്നു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഞാനിതിനെ പറ്റിയൊക്കെ വിളിച്ചന്വേഷിച്ചു. നിനക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു കോളേജാ, എന്നും പോയി വരാം എന്ന് പറയുമ്പോൾ പപ്പ അത് വേണോ? കുറേ വർഷമായില്ലേ പഠനമൊക്കെ ഉപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് ഇനി പോകുന്ന ഓർക്കുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിള്.
ഒരു 7-8 വർഷം ആയില്ലേ അതിനൊക്കെ വിട്ടുപോയിട്ട്. അതിനെന്താ, ഈ ഒരു കോഴ്സൊക്കെ ഏത് പ്രായക്കാർക്കും പഠിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എങ്കിലും എനിക്കൊരു വല്ലാത്തൊരു വിറയൽ പോലെ. എന്തിന്, ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട. 3-4 വർഷം നന്നായി പഠിക്കുക, നല്ലവണ്ണം പഠിച്ച് ഒരു ജോലി മേടിക്കണം. റിട്ടയർഡ് കേണൽ സ്റ്റാലിൻ ജോസഫിന്റെ മകൾ അങ്ങനെ ഒരു വെറുതെ കാര്യമൊന്നുമല്ല. അവള് നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തണം എന്ന് പറയുന്നുണ്ട്. ശരി പപ്പ, ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. ഞാൻ എന്താ പപ്പ പഠിക്കേണ്ടത്? എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. നീ IAS ആവണം എന്ന് പറയുമ്പം IASോ കളക്ടറോ? പപ്പ എന്തായി പറയുന്നേ? എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ മകള് ഒരു IASകാരി എന്ന് പറഞ്ഞത് എനിക്കൊരു ഗമയല്ലേ എന്ന് പറയുമ്പം അതിനെന്താ പഠിക്കേണ്ടത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദെടുക്കണം, പിന്നെ അതിനുവേണ്ടിയുള്ള പരീക്ഷ എഴുതണം, അത് മാത്രം മതി. ഏതെങ്കിലും ഡിഗ്രി 3 വർഷം ബിരുദം എടുത്തതിന് ശേഷം മാത്രം ഒരു പരീക്ഷ എഴുതണം, സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇങ്ങനെയൊക്കെയല്ലേ ഐഡിയ ഉണ്ടാവേണ്ടത്? 4 വർഷം കൊണ്ട് നിനക്കതിൻ്റെ പൊസിഷനിലെത്താൻ പറ്റും. കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയുമ്പം അലീനയ്ക്ക് മനസ്സിലാകപ്പാടെ ഒരു വെപ്രാളമൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട, നീ പേടിക്കുകയും വേണ്ട, ഇതിനോടിടയ്ക്ക് ഇതെല്ലാം നടന്നു പോകും എന്ന് പറയാണ്. നിന്നെക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിന്റെ മമ്മിയോട് ചോദിച്ചു നോക്ക്, മമ്മി അത് സമ്മതിക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സും ബാക്കിയുള്ള സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് അലീന അലമാര തുറന്ന് മമ്മിയുടെ ഫോട്ടോ നോക്കാണ്. ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയാണ് കേട്ടോ നോക്കുന്നത്. മമ്മി, പപ്പ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, എന്നോട് പഠിക്കാൻ. എനിക്കാണെങ്കിലോ ആകെപ്പാടെ എന്തോ പോലെ, ഒന്നിനും സാധിക്കാത്തതുപോലെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പഠിക്കണോ അതോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ ആ ഒരു സ്വപ്നത്തിലെ മമ്മി വരുന്നുണ്ട്. മോളെ, ഇത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ രേവതിക്കുട്ടി കണ്ടില്ലേ, അവളും പഠിക്കുകയാണ്. അവളും പഠിച്ച് നല്ല പൊസിഷനിലെത്തും. അതുപോലെ മോളുടെ പപ്പയുടെ ആഗ്രഹം പോലെ മോളും ഒരു IAS ആവണം. ഇതൊക്കെ ദൈവനിശ്ചയമാണ്. എൻ്റെ മോൾ IAS ആയാലേ ഒരുപാട് കുട്ടികൾക്ക് അത് ഗുണം ചെയ്യും. ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ നീ നോക്കുമെന്ന് ഈ മമ്മിക്കറിയാം. ഇപ്പം തന്നെ മോൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടല്ലോ. മോളുടെ കയ്യിൽ ഒരു ജോലിയും ഒരു വരുമാനവും ഒരു അധികാരം ഉണ്ടെങ്കിൽ ഇനിയും അത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഈ മമ്മിക്കറിയാം എന്ന് പറയുമ്പം, അപ്പം ഞാൻ പഠിക്കാമല്ലോ അമ്മി എന്ന് ചോദിക്കുമ്പം, അതെ, നിന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് നീ എത്തണം. എന്നെപ്പോലെ ഒരുപാട് കുട്ടികളുടെ മമ്മിയാവണം നീ. അതെനിക്കൊരാഗ്രഹമാണ് എന്ന് പറയുമ്പം അത് ഞാൻ സാധിപ്പിച്ചു തരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് സമ്മതിക്കാമല്ലേ എന്ന് പറയുമ്പം 100 വട്ടം സമ്മതിച്ചോ? ഒരുപാട് കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയുള്ളവളാ നീ. ഇങ്ങനെ അടഞ്ഞുകൂടി ഒരു വീട്ടിലിരിക്കേണ്ടവളല്ല എന്ന് പറയാണ്. ശരി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും മമ്മി അപ്രത്യക്ഷമാവുന്നുണ്ട്. അങ്ങനെ മമ്മി കൂടി സമ്മതിച്ചതോടുകൂടി അലീനയ്ക്ക് ഇരട്ടി സന്തോഷമായി. അങ്ങനെ നിലമ്പൂരിക്കൽ വീട്ടിലേക്ക് അലീന നമ്മുടെ ബാലൻ തന്നെ വിളിക്കുന്നുണ്ട്. ബാലൻ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഇതുപോലെ പപ്പ പഠിക്കാൻ പറയാണ്, IAS എഴുതാൻ പറയുന്നുണ്ട്, അതിനുവേണ്ടി ബാക്കി പഠിക്കാൻ പറയുന്നുണ്ട് എന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമല്ലേ? രേവതിക്കുട്ടിയാണെങ്കിലും ഇപ്പം പഠിച്ച് അവളും ഡിഗ്രി 2nd ഇയർ ആയില്ലേ, മോളും അതുപോലെ പഠിക്കണം എന്ന് പറയുമ്പം അതൊരു നീണ്ട പ്രോസസ്സാ അച്ഛാ. 3 വർഷം ഏതെങ്കിലും ഡിഗ്രിയിൽ നമ്മൾ ബിരുദം എടുക്കണം, പിന്നെ ഇതിനു വേണ്ടിയുള്ള പരീക്ഷ, അതൊക്കെ ഒരുപാട് ചടങ്ങ് പിടിച്ച പണിയാ. എങ്ങനെ പോയാലും 4 വർഷം എന്ന് പറയുമ്പം, അല്ല മനു എന്ത് പറഞ്ഞു? മനുവേട്ട ഹാപ്പിയാ, എന്നോട് പഠിക്കാനാ പറഞ്ഞത്. പഠിച്ച് നീ നല്ലൊരു പൊസിഷനിലെത്തണമെന്നാണ് മനുവേട്ടനും പറഞ്ഞത്. അവനങ്ങനെ പറഞ്ഞെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. അവൻ്റെ ഒരു ഉത്തരവാണ് നമുക്ക് വേണ്ടത്. കാരണം അവൻ നിന്നെയും കാത്തിരിക്കുക എന്ന് പറയുമ്പം അതെനിക്കറിയാച്ചാ. മനുവേട്ടനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എന്നായാലും ഞങ്ങൾ ഒരുമിക്കും, അതെനിക്ക് ഉറപ്പാ എന്ന് പറയുമ്പം, നിന്റെ പപ്പ സമ്മതിച്ചോ? പപ്പയ്ക്ക് ഇപ്പം സമ്മതമൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ കുറേ വഴക്കുണ്ടാക്കി, അതൊക്കെ സമ്മതിപ്പിച്ചു. ഇപ്പോൾ മനുവേട്ടനെ വലിയ കാര്യമാണ്. വന്നാലും പോയാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നോക്കണം, മനസ്സ് മാറാതെ. പാവം ആ മനുവിൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അവൻ നിനക്ക് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് നിനക്കറിയാലോ. കണ്ട അന്ന് മുതൽ അവൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അതെനിക്കറിയാച്ചാ. ഒരിക്കലും മനുവേട്ടനെ ഞാൻ വിഷമിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്തായാലും മോൾ എടുത്ത തീരുമാനം അത് നല്ലതാ. പഠിച്ച് നല്ലൊരു പൊസിഷനിൽ മോൾ എത്തണം. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനൊന്നും സംഭവിക്കാൻ അല്ല, ഞാൻ പറയട്ടെ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മക്കളെ നീ വേണം നോക്കാനായിട്ട്. അതെന്താ, ഇത് കഥ റിപ്പീറ്റ് ചെയ്യാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതായത് പണ്ട് നമ്മുടെ മഞ്ഞുരയും കാലത്തിലും അച്ഛൻ വച്ചതിന് ശേഷം അവളാണല്ലോ കുടുംബം നോക്കിയിരുന്നത്. അതിൻ്റെ ചെറിയൊരു പോയിന്റാണ് ചോദിക്കുന്നത്. അങ്ങനല്ല, എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് ഉറപ്പാ. ഓൾറെഡി എൻ്റെ ഹാർട്ട് പണിമുടക്കിയിരിക്കുക. അതിലൂടെ കരളും കൂടി പണിമുടക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ പണിമുടക്കാതിരിക്കും? 24 മണിക്കൂറും അച്ഛൻ കുടിയല്ലേ? കൃഷ്ണമോള് എന്നോട് പറഞ്ഞു എപ്പോഴും കുപ്പിയായിട്ടിരിക്കുകയാണെന്ന്. ഇവിടുത്തെ പപ്പയെ നേരെയാക്കിയപ്പോൾ അവിടുത്തെ അച്ഛൻ തലതിരിഞ്ഞു പോയോ? അത് പിന്നെ എൻ്റെ ഒരു ബലമില്ലായിരുന്നു. നീ പോയപ്പോൾ അതെന്താ? ഞാൻ വരുന്നതിന് മുമ്പ് അച്ഛൻ ഫുൾ കുടിയായിരുന്നോ? അല്ലല്ലോ. ഞാൻ വന്നതിന് ശേഷം പിന്നെ എന്തിനാ അങ്ങനെ തുടങ്ങിയത്? നീ വരുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ബോംബില്ലായിരുന്നല്ലോ. നീ വന്നതിന് ശേഷമല്ലേ ഇവിടെയാ ബോംബിട്ടത്. അതിൽ പിന്നെയാ എനിക്ക്. അപ്പോൾ ഞാൻ കാരണമാണോ അച്ഛൻ കുടിക്കുന്നത്? ഹേയ്, അങ്ങനെയല്ല മോളെ. എനിക്കൊരു സമാധാനത്തിന് വേണ്ടി എന്ന് പറയുമ്പം ദയവ് ചെയ്ത് അച്ഛൻ കുടിക്കല്ലേ. കുടിച്ച് അച്ഛൻ്റെ കരള് നശിച്ചുകൊണ്ടിരിക്കുക. 3 കുട്ടികൾ അച്ഛനെ വിശ്വസിച്ചിരിപ്പില്ലേ? അവരൊക്കെ എങ്ങനെയെങ്കിലും വളർന്നോണം. എൻ്റെ മോള് അവർക്ക് കൈപിടിച്ച് എപ്പോഴും തുണയായിട്ടുണ്ടാവണം. നീ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. എൻ്റെ മക്കൾ വഴിപിടിച്ച് പോയില്ല. അവരുടെ ജീവിതം നശിക്കില്ല. അവർ നേർവഴിക്ക് പോകും, എനിക്ക് ഉറപ്പാ എന്ന് പറയുമ്പം അതിന് അച്ഛനും കൂടി കൂട്ടുവേണം അച്ഛാ. അച്ഛനില്ലാത്ത ലോകത്ത് അതെനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ എന്ന് പറയുമ്പോൾ എൻ്റെ മോള് നന്നായി പഠിച്ച് ഒരു ജോലി എത്തട്ടെ, എന്നിട്ട് എൻ്റെ മക്കളെ കൂടി കരക്കെത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കിയിട്ട് ബാലൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പുറത്തലയ്ക്ക് ബാലനും കരയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനയും ഇവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഈ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ മരുന്ന് കൊടുക്കാനായി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താന്ന് ചോദിച്ചിട്ട് അച്ഛൻ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നീട് കുറേ തവണ ചോദിച്ചപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛൻ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര കുടിയാ ചേച്ചി, ഇപ്പോൾ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ പപ്പയോടും ചോദിച്ചു നോക്കട്ടെ. അങ്ങോട്ടൊന്ന് വന്ന് അച്ഛനെ കണ്ട കുടി നിർത്തുമോ? ഏയ്, ഒരിക്കലും ഇല്ല ചേച്ചി, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ സ്വഭാവം ഇപ്പം പണ്ടത്തേലും മോശമാ. എപ്പോഴും ഭയങ്കര വിഷയമാണ്. ഓരോ കാര്യം പറഞ്ഞ് അച്ഛനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാന്ന് പറ? ഭവതേച്ചിയും രോഹിത്തേട്ടനും ഇപ്പോൾ ഇവിടെ ഇല്ല. 2 പേര് ഹോസ്റ്റലല്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ. 2 പേരുടെ ഇടയിൽ കിടന്നുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാ എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ മോളെ? ഞാനാണെങ്കിലോ പഠിക്കാനായിട്ട് കോളേജിൽ ചേരാൻ പോവാണ്. ചേച്ചിയോ? ആഹാ, നല്ല കാര്യമാണല്ലോ. എന്തിന് ചേരാനാ? അത് പിന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് ചേരാൻ പോവാണ്. ശേഷം IAS നേടാനാണ് പപ്പയുടെ ആഗ്രഹം. അത് നല്ല കാര്യം ചേച്ചി. എന്തായാലും ചേച്ചി പഠിക്ക്. നല്ല മാർക്കൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? കഠിനാധ്വാനം ചെയ്താൽ ചേച്ചി ഉറപ്പായിട്ട് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. സിവിലൊക്കെ എഴുതി ചേച്ചി നല്ലൊരു കളക്ടർ ആവണം. എൻ്റെ ചേച്ചി കളക്ടറാണെന്ന് പറഞ്ഞത് എനിക്കൊരു അഭിമാനമല്ലേ എന്നൊക്കെ പറയാണ്. നാളെയെങ്കിൽ ചേച്ചി ഒന്ന് വരുമോ? ഞാൻ നാളെ ലീവ് എടുക്കാം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മോളെ. മോള് പോയിക്കോ. ഇല്ല, എനിക്ക് ചേച്ചിയെ ഒന്ന് കാണണം. കുറച്ച് ദിവസമായില്ലേ ചേച്ചിയെ കണ്ടിട്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ആകെപ്പാടെ വല്ലാത്ത ഒറ്റപ്പെടില്ല. സ്കൂളിൽ പോകുമ്പം കൂട്ടുകാരിലോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അച്ഛൻ്റെ കാര്യം വല്ലാത്ത കഷ്ടം ചേച്ചി എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ പപ്പയോടൊന്ന് ചോദിക്കട്ടെ, നാളെ വരാം എന്നും പറഞ്ഞ് കട്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പോയിട്ട് അലീന സ്റ്റാലിനോട് പറയുന്നുണ്ട്. വൈജ ഇങ്ങനെ ആയത് അവളുടെ ആ ഒരു ട്രാജഡി കൊണ്ടാണ്. ഞാൻ ചതിച്ചിട്ട് പോയെന്നല്ലേ വൈജയുടെ വിചാരം. അതുപോലെ തന്നെ കുഞ്ഞു മരിച്ചു പോയെന്നും ഇഷ്ടമില്ലാത്ത വിവാഹം വീട്ടുകാർ നിർബന്ധിച്ച് നടത്തിച്ചതല്ലേ. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവളുടെ തല പുകഞ്ഞ് അവളുടെ സ്വഭാവം ഈ രീതിക്ക് ആക്കിയതായിരിക്കും. ഡിപ്രഷനിലായിരുന്നല്ലോ കുറേ കാലം. അങ്ങനെയായിരിക്കും സ്വഭാവത്തിൽ ഈ മാറ്റം വന്നതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. എന്താണെങ്കിലും പപ്പയുടെ അച്ഛൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. കള്ള് കുടിച്ച് ആകെപ്പാടെ അവശനായി എന്നാണ് മോള് പറഞ്ഞത്. അത് മാത്രമല്ല, കടയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. 3 കടയും ഗോവർദ്ധനങ്ങളാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത്. അച്ഛൻ അങ്ങോട്ടേക്ക് പോവാറ് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ കട തന്നെ പൊളിഞ്ഞു പോയില്ലേ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും പോയി അച്ഛനൊന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം എന്ന് പറയുമ്പം ശരി പോയിക്കോ, ബൈജുവിനെ കൂട്ടി പോയിക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ബൈജുവിനെയും കൂട്ടിക്കൊണ്ട് കാറിൽ അലീന അങ്ങോട്ടേക്ക് പാലയിലേക്ക് പോവാണ്. അങ്ങനെ നെടുമ്പ്രക്കൽ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്.
അലീന വരുമെന്നുള്ള കാര്യം രോഹിത്തിനോടും ബബിതയോടും വിളിച്ച് കൃഷ്ണമോളെ പറഞ്ഞിരുന്നു. പക്ഷേ ബൈജിയോട് പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ കാണും. പ്രശ്നം ഉണ്ടാക്കാൻ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന് ബഹളം ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണമോള് പറഞ്ഞില്ല. കൃഷ്ണയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അലീന വന്നപാടെ കൃഷ്ണമോൾ ഓടിയത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി എന്തായാലും ഞങ്ങളിട്ടിട്ട് പോയല്ലോ. എനിക്കത് സഹിക്കാനാവുന്നില്ല. ചേച്ചിയുള്ളപ്പോൾ എന്നെ സന്തോഷമായിരുന്നു ഈ വീട്. ഇപ്പോൾ നോയിക്കേ, ഇതൊരു മരണം നടന്ന വീട് പോലെയാ. അച്ഛനൊരു മുറി ഇരുന്ന് എപ്പോഴും കള്ളുകൂടിയാ. അമ്മ രാവിലെ ഇറങ്ങിപ്പോവും. എന്തിനു വേണ്ടി? ഞാൻ സ്കൂളിലേക്കും. പിന്നെ ഇവിടെ ആരുമില്ല. അച്ഛൻ ഏത് നിമിഷവും കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കും. ഏത് നിമിഷവും നിന്നു പോകുന്ന ഹൃദയം അച്ഛൻ്റേത്. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ, അച്ഛൻ പോയ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനെയൊന്നും പറയില്ലേ മോളെ. അച്ഛന് ഒന്നും സംഭവിക്കില്ല. മോളെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് കയറാണ്. അച്ഛൻ മോളിലാണോ? ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പം ഞാൻ ചേച്ചിക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ അലീന പോയി ഡോർ തുറക്കുമ്പം കാണുന്ന കാഴ്ച, നേരെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യമായി അലീന കണ്ടില്ലായിരുന്നോ? ടേബിളിന് മുമ്പിൽ കുപ്പിയും വെച്ചുകൊണ്ട് തപസ്സരിക്കുന്ന ഒരു സ്റ്റാലിനെ. ആ ഒരു സ്റ്റാലിയുടെ തനി രൂപമാണ് അവിടെ കാണുന്നത്. അങ്ങനെ കുടിയൊന്നും വലുതായിട്ടില്ലാതിരുന്ന ബാലചന്ദ്രനാണെങ്കിൽ ഇപ്പം മുഴുക്കുടിയനാണ്. ഡെസ്കിന് പുറത്ത് കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഒഴിച്ചൊഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തന്നെ സോഡായും മിച്ചറും എല്ലാം ഇരിപ്പുണ്ട്. കണക്കുകൾ കൊണ്ടുവന്ന ആ ബുക്കുകളെല്ലാം തന്നെ മേശയിന്മേൽ ഇങ്ങനെ വലിച്ചേറിട്ടിരിക്കുക. മുറി ആകെപ്പാടെ അലങ്കോലായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ സിഗരട്ടെല്ലാം വലിച്ചു പുകച്ച് തറയിലിട്ടിരിക്കുകയാണ്. ആ കോലം കണ്ടപ്പോൾ അലീനയ്ക്ക് ചങ്ക് പൊട്ടുന്ന വിഷമമായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ എങ്ങനെയിരുന്ന അച്ഛനാ, ഇപ്പം എന്തുമാത്രം മാറിപ്പോയി എന്നും പറഞ്ഞ് അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അച്ഛ എന്നുള്ള അലീനയുടെ വിളി കേട്ട് തലയുയർത്തി നോക്കാണ് ബാലേന്ദ്രൻ. അലീനെ കണ്ടപാടെ ബാലിൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കരയാണ്. മോളേന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പം ബാലിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വേച്ച് എണീക്കാൻ പോകുമ്പം അലീനെ കൈക്കേറി പിടിച്ച് എണീപ്പിക്കുകയാണ്. അപ്പോഴേക്കും അതിൽ നിന്നൊരു കുപ്പിയും ഒരു ഗ്ലാസും താഴെ വീണ് പൊട്ടി. അയ്യോ മോളെ, കാല ചില്ലുകൊള്ളും, മാറി നിൽക്ക് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ജ്യൂസുമായിട്ട് വന്നു. കൃഷ്ണമോളെ, എന്തായി മുറി ഇങ്ങനെ കിടക്കുന്നത്? അലങ്കോലമായിട്ട് ഇത് തൂരും തുടയുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, എൻ്റെ ചേച്ചി, അതിന് അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇങ്ങോട്ടേക്ക് കയറാൻ ആരെ സമ്മതിക്കില്ല. ഗുളിക എടുത്ത് കൊടുക്കാൻ ഞാൻ മാത്രം കയറി വരും, അത്ര തന്നെ. ഭവിതേച്ചിയും രോഹിത്തേട്ടനും ഇവിടെ ഇല്ലല്ലോ. അതിൻ്റെയും കൂടെ ആയപ്പോൾ ഇന്നും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അലിനയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അച്ഛന്താ ഇത് കുടിക്ക്. ഹേയ്, എനിക്ക് വേണ്ട മോളെ, എനിക്കിത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോഴേക്കും അലീന ആ കുപ്പികളെല്ലാം പറക്കി മാറ്റുന്നുണ്ട്. മോളൊരു ചൂലും തൂത്തുവാരും എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ മുറി മുഴുവനും അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കുന്നുണ്ട്. കട്ടിലെല്ലാം വിരിയെല്ലാം മാറ്റി വൃത്തിയാക്കി തറയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഈ ഒരു മുറിയിൽ എന്തൊരു ഐശ്വര്യമാ, എന്തൊരു പോസിറ്റീവ് എനർജിയാ. അച്ഛൻ എന്താച്ചാ ഇങ്ങനായി പോയത് എന്ന് ചോദിക്കുമ്പം, എനിക്കറിയില്ല മോളെ, എന്നെ ചതിച്ച ഒരു സ്ത്രീ എൻ്റെ ഭാര്യയായിട്ട് 23 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചില്ലേ, എന്നെ ചതിച്ചുകൊണ്ട്. എന്നിട്ടിപ്പോഴും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇപ്പോഴും അവളെന്നെ തോപ്പിക്കാൻ നടക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാണ്. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ എത്ര മക്കളുണ്ട്? എനിക്ക് നിന്നെയും കൂട്ടി 4 മക്കൾ ആണല്ലോ. മക്കളുണ്ടല്ലോ, ഇല്ലാതൊന്നല്ലല്ലോ. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുണ്ട്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട്? അവർക്ക് 3 പേർക്കും നീ ഉണ്ടല്ലോ. ഞാൻ എത്ര കാലം ഉണ്ടെന്നാ അച്ഛൻ്റെ വിചാരം? ഞാനേ ഇപ്പം പപ്പയുടെ മോളായിട്ട് അവിടെയാ താമസിക്കുന്നത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്കിങ്ങോട്ട് വരാൻ പോലും കഴിയില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എൻ്റെ സ്വന്തം പപ്പയിലേത്? അദ്ദേഹം പറഞ്ഞ കേൾക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇന്നിങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ വരാതിരിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ജന്മം നൽകിയ ആളല്ലേ എന്നൊക്കെ പറയുമ്പം ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല എന്ന് ബാലൻ പറയാണ്. അച്ഛാ, 3 കുട്ടികളുടെയും ഏക തണല് അച്ഛനാ. മേഡത്തിൻ്റെ കാര്യം അച്ഛനറിയാലോ. മേഡം എപ്പോഴും ഇതേ സ്വഭാവത്തിലെ പിന്തുടർന്ന് പോവുള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ, അതിനിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമോ അച്ഛാ എന്ന് ചോദിക്കാണ്. അച്ഛനും കാണിക്കുന്നെല്ലാം കുറെ ക്രൂരതയാ. പാവം ഈ കൃഷ്ണമോള് എന്ത് ചെയ്തിട്ടാ? ഒരു കുറ്റവും ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പൊന്നു മോളല്ലേ അച്ഛാ ഇത്. നന്നായി പഠിക്കുകയും എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയും മനസ്സിൽ നന്മയുള്ള ഒരു കുട്ടിയുമാ. ആ കുട്ടിയെ കൂടി അച്ഛനെ വിഷമിപ്പിക്കണോ? അച്ഛൻ്റെ ഈ സ്വഭാവം കണ്ട് ഇതേവിടെ തന്നെ രോഹിത് അനുകരിച്ചാലോ, ഭവിത അനുകരിച്ചാലോ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കാണ്.
ബാലനപ്പോ ഒന്നും മിണ്ടാനില്ല. മോള് പോയി കുറച്ച് മോരുള്ളിങ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും അവള് പോയി മോരുള്ള എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട്. ഇതങ്ങോട്ട് കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അച്ഛൻ പോയെന്ന് കുളിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളും അലീനയും കൂടി അവിടെ വെയിറ്റ് ചെയ്യാണ്. ആ കുപ്പിയും ടീപ്പോയും ഡെസ്കും എല്ലാം അലീന പെട്ടെന്ന് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അങ്ങനെ മാറ്റിയതിനു ശേഷം കണക്കും കാര്യങ്ങളെല്ലാം അലീന ഇങ്ങനെ നോക്കുകയാണ്. കണക്കെല്ലാം ഗോവർദ്ധനായതുകൊണ്ട് എല്ലാം പക്ക തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കച്ചവടത്തിൽ വലിയ ലോസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ബാലന്റെ ഒരു കുറവ്, അതൊരു കുറവ് തന്നെയാണല്ലോ, അത് ആ ഒരു കണക്കിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിരുന്നു. നോക്കിക്കേ, ഇപ്പൊ എൻ്റെ അച്ഛനെ കാണാൻ എന്ത് ഭംഗിയാ. ആ ഷേവ് കൂടെ ചെയ്തപ്പോ ഓക്കെ ആയി, താടിയെല്ലാം വളർത്തി, ഹോ എന്തൊരു കോലമായിരുന്നു, ഇപ്പൊ സുന്ദരനായി എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോൾ അപ്പോഴേക്കും ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛാ, അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരുണ്ടച്ചാ, എനിക്ക് ആരുമില്ലച്ചാ, ഞാനും അച്ഛൻ്റെ കൂടെ തന്നെ വരുവച്ചാന്ന് പറയുമ്പം മോളെ അങ്ങനെയൊന്നും പറയില്ലേന്ന് ബാലൻ പറയുന്നുണ്ട്. എങ്കിലേ കൃഷ്ണമോളുടെ തല തൊട്ട് സത്യം ചെയ്, ഇനി ഇങ്ങനെ ഇരുന്ന് കുടിക്കില്ലെന്ന്. മോളെ ഇത്രയും ഇതായിട്ട് കുടിച്ച് ശീലിച്ചിട്ട് ഇനി പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. ശരി, സമ്മതിച്ചു. ദിവസേന 1-2 പെഗ് മാത്രം, അതിൽ കൂടുതൽ കഴിക്കില്ല എന്ന് എൻ്റെ മോളുടെ തല തൊട്ട് സത്യം ചെയ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോളുടെ തല തൊട്ട് ശരി, ഡെയിലി ഒരു 3 പെഗ്, അതിൽ കൂടുതൽ കഴിക്കില്ല എന്ന് തല തൊട്ട് സത്യം ചെയ്യാണ്. അങ്ങനെ കൃഷ്ണമോൾക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. നീ ഇന്നിവിടെ കാണില്ലേ? ഇല്ലച്ചാ, എനിക്ക് പോണം. ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴ്സിന് ചേർന്ന കാര്യം, അതെല്ലാം ഏതാണ്ട് റെഡിയായി. അതുകൊണ്ട് കാറും കൊണ്ടാണ് വന്നത്. ഇന്ന് തന്നെ തിരികെ പോണം. പിന്നെ മേഡം വരുന്നതിന് മുമ്പ് പോണമെന്നാ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വലിയൊരു ഭൂകമ്പം നടക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്. നീ എനിക്കെന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പം അച്ഛനെ ഞാനങ്ങനെ മറക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ നിന്നും ഒരു വാച്ച് എടുത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, അച്ഛന് വേണ്ടി കൽക്കട്ടയ്ക്ക് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല വില കൂടിയ ഒരു വാച്ചാണ്. ബാലൻ പറയുന്നുണ്ട്, കൊള്ളാം, ഇതിനകത്ത് സമയം ശരിയാണല്ലോ. പക്ഷെ എൻ്റെ സമയം മാത്രം ശരിയില്ല മോളെ. ആകെപ്പാടെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാ. എൻ്റെ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാ നീ പറഞ്ഞതുപോലെ ഒരു സമാധാനം ഇല്ലാത്തത്. ആട്ടെ, നിന്റെ കാര്യമൊക്കെ എങ്ങനായി? ഒരുവിധം എല്ലാം സോൾവായി. എൽസമ്മ ആൻറ്റിക്കും എല്ലാം മനസ്സിലായി. ഇപ്പൊ റീതാമ്മയുടെ പിടിയിൽ മാറി. പാപ്പയോട് ഇപ്പോൾ വലിയ കാര്യമാണ്. മക്കൾക്കും അങ്ങനെ തന്നെ. ഡാനിയമോളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ടെൽസ പിന്നെ പാവവാ. അവളുടെ മാനസികാവസ്ഥയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ കുറച്ചൊക്കെ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഡാനിയയുടെ ആ ഒരു പ്രണയബന്ധം കാരണം അവളുടെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞു. അവളുടെ വയറിൽ കുത്തേറ്റവരെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അവൾ ആകെപ്പാടെ ഡിപ്രഷനിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ കുറേ കാലം, പിന്നെ ഡിപ്രഷനിൽ, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ ഷെറിനും കുഞ്ഞും ടോണിയും അവരൊരുമിച്ചു. അവരിപ്പോൾ സുഖമായിട്ട് കഴിയുന്നു. ചിന്നിമോക്ക് അവളുടെ അച്ഛനും അമ്മയും കിട്ടി. അങ്ങനെ അതെല്ലാം ശരിയായിട്ട് പോണുണ്ട്. പക്ഷേ റീതാമ്മയുടെ കാര്യത്തിൽ മാത്രം ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അവർ ഏത് നിമിഷവും ആക്രമിക്കുന്ന രീതിയിലാണ്. അവരുടെ വരുമാനം നിലച്ചല്ലോ. അതുകൊണ്ട് മോള് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പം ഇതെവിടെ ചെന്നാലും എനിക്കുള്ളതല്ലേച്ചാ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഓരോ സ്ഥലത്ത് പോയി അവിടെ ശരിയാക്കാനാണല്ലോ മോളുടെ വിധി. ഇനിയെങ്കിലും പഠിച്ച് മോൾക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, മനുവിനെ വയസ്സ് 10-28 കഴിഞ്ഞു. അവൻ നിന്നെ ഓർത്ത് കഴിയുക, അവനെ നിരാശനാക്കരുത് എന്ന് പറയുമ്പം ഇല്ലച്ചാ, മനുവേട്ടിനെ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളുടെയും ബാലന്റെയും കൂടെ അലീന വന്നിരുന്ന ആഹാരം കഴിക്കാണ്. അലീന തന്നെ അച്ഛനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. വയറ് നിറച്ച് ബാലൻ ആഹാരം കഴിക്കുമ്പം കൃഷ്ണ പറയാണ്, എത്ര ദിവസം എന്നറിയാം ചേച്ചി അച്ഛനിങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഞാൻ കാണുന്നത്. ചങ്ക് പൊട്ടുമായിരുന്നുണ്ട്. കണ്ടോ അച്ഛാ, സ്വന്തം മോള് പറഞ്ഞത് കേട്ടോ? ആ പാവത്തിന്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു. അച്ഛൻ എന്തിനാ അവളെ കൂടി ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്ന് ചോദിക്കുമ്പം സോറി മോളെ, അച്ഛനോട് ക്ഷമിച്ചേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അങ്ങനെ അലീന കൃഷ്ണമ്മക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നതൊക്കെ കൊടുത്തിട്ട് അവൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഏകദേശം 4 മണിയാകുമ്പോഴേക്കും അവിടുന്ന് പോകുന്നുണ്ട്. കാറിൽ കയറി അങ്ങനെ അലീന അവർക്ക് യാത്രയും പറഞ്ഞ് പോവാണ്. അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, ചേച്ചി വന്ന് കയറിയപ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജി അല്ലേ അച്ഛാ എന്ന് പറയുമ്പം ശരിയാ, ഞാനെന്നാ മുറിയിലേക്ക് ചെല്ലട്ടെ. അങ്ങനെ മുറിയിലേക്ക് പോകുന്നില്ല, മര്യാദയ്ക്ക് പുറത്തോട്ട് പോകാൻ നോക്ക്. എത്ര ദിവസമായി മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടെ. പുറത്തു പോയി ഗോവർദ്ധനങ്ങളുടെ കൂടെ കടലേക്ക് പോകാൻ നോക്ക്. ഇനി അകത്തോട്ടേക്ക് കയറണ്ട. ഇനി മുതൽ ഞാനാ ഇവിടുത്തെ അലീന എന്ന് കൃഷ്ണമുള്ള പറയുമ്പം കൊള്ളാലോടി നീ, എങ്കിലേ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി ഡ്രസ്സ് മാറിയതിന് ശേഷം
ആ ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോള് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇപ്പോഴാ പഴയ അച്ഛനായത്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. ഇനി ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോവല്ലേ അച്ഛാ എന്ന് പറയുമ്പം ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാറും എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ നേരെ കടയിലേക്ക് പോവാണ്. കുറേ കാലം കൂടി ഗോവർദ്ധന് ബാലനെ കണ്ടപ്പോൾ വലിയ അത്ഭുതമാകുന്നുണ്ട്. ബാലേട്ടൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ച് അകത്ത് ക്യാബിനിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അലീന വന്ന കാര്യമൊക്കെ ഗോവർദ്ധനോട് ബാലനും പറയുമ്പം അതെന്തായാലും നന്നായി എന്ന് പറയാൻ കേട്ടോ. കൃഷ്ണമോക്കും വലിയ സന്തോഷമായി. അങ്ങനെ വൈകുന്നേരം വൈജ കയറി വരുമ്പോഴേക്കും നമ്മുടെ അലീന കൊണ്ടുവന്ന സ്നാക്സ് കുറച്ച് കഴിച്ചിട്ട് മിച്ചം കുറച്ച് ടേബിളുണ്ടായിരുന്നു. അതവിടെ ഇരിക്കുന്നത് വൈജ കാണുന്നുണ്ട്. എടി കൃഷ്ണമോളെന്ന് വിളിക്കുകയാണ്. എന്താമേ എന്ന് ചോദിക്കുമ്പം ഇത് എവിടെ നിന്നാടി ഈ സ്നാക്സ് എന്ന് ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോൾ ആകെപ്പാടെ പെട്ടുപോകുന്നുണ്ട്. അത് പിന്നെ അതിവിടെ ഇരുന്ന സ്നാക്സാ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അല്ല, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളെന്തിയേ? അച്ഛൻ കടയിൽ പോയെന്നോ? കുറെ നാളുകൊണ്ട് ഷോപ്പിലേക്ക് നിങ്ങൾ പോവാറില്ലായിരുന്നല്ലോ, പിന്നെ ഇന്നെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നാണ്. നേരെ ബാലന്റെ മുറിലേക്ക് ചെല്ലുമ്പം അതെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ആ ടീപ്പോയും കുപ്പിയെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു. എല്ലാം കണ്ട് അവൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം എന്താ സംഭവിച്ചെന്ന് ആലോചിക്കുന്നുണ്ട്. താഴേക്ക് വന്നിട്ട് സുനിതയുടെ അടുത്തേക്ക് പോവാണ്. അല്ല സുനിത, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? അത് പിന്നെ ഒരു പെങ്കൊച്ച് വന്നിരുന്നു. ഏത് പെങ്കൊച്ച്? അത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അവളുടെ പേരെന്താ? അത് പിന്നെ കൃഷ്ണമോള് അലീന ചേച്ചിന്ന് വിളിക്കുന്ന കേട്ടു. അലീന ചേച്ചി, ഞാൻ അപ്പോഴേ ഓർത്തു. ഞായലത്ത് തക്ക നോക്കി അവളോട് വന്നല്ലേ. എന്നിട്ട് അവൾ എവിടെയായിരുന്നു? വന്ന പാടെ സാറിന് മുറിലേക്ക് കയറിപ്പോയി. പിന്നാലെ നമ്മുടെ കൃഷ്ണക്കുഞ്ഞ് ജ്യൂസുമായിട്ട് കയറിപ്പോയിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ 3 പേരും കൂടി ഇറങ്ങി വന്നിട്ട് ആഹാരം കഴിച്ചതിന് പിന്നാലെ ആ കൊച്ചങ്ങ് പോയി. പിന്നെ സാറ് കടയിലേക്കും പോയി. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വൈകുന്നേരം കൃഷ്ണന്റെ മുറിലേക്ക് ചെല്ലാണ്. എടി എന്ന് വിളിച്ചുകൊണ്ട് കഥ തുറക്കുന്നുണ്ട്. എന്താമേ എന്ന് ചോദിക്കുമ്പം ഇന്നിവിടെ ആരടി വന്നേ? ഇവിടെ ആരും വന്നില്ലല്ലേ? അവള് വന്നല്ലേ ആ കുലീനയല്ല വന്നത്, അലീന ചേച്ചിയാ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിന്റെ അച്ഛനെന്ന് ഇത്ര ഉഷാറായത് എന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടത് അവൾ വന്നല്ലടി എന്ന് ചോദിക്കാണ്. അമ്മയെ കൊണ്ട് പറ്റാത്തത് ചേച്ചി ചെയ്തു, അത്ര തന്നെ. അമ്മ ഇത്രയും കാലം ശ്രമിച്ചിട്ടും അച്ഛനെ കൂടെ നിർത്താൻ പറ്റിയില്ലല്ലോ. ഓരോ ദിവസവും അച്ഛൻ്റെ സമനില തെറ്റിക്കാന്നല്ലാതെ അമ്മയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ലല്ലോ. ചേച്ചി വന്ന് ഒറ്റ ദിവസം കൊണ്ട് അച്ഛൻ്റെ കുടിയെല്ലാം നിർത്തി ആ മുറിയെല്ലാം വൃത്തിയാക്കി അച്ഛനെ പറഞ്ഞ് കടയിലും വിട്ടു. എൻ്റെ തലയെ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ചു ഇനി 2-3 പെഗിൽ കൂടുതൽ കഴിക്കില്ല എന്ന്. അങ്ങനെ ചേച്ചി തിരികെ പോയത് എന്ന് പറയുന്നുണ്ട്. ഞാനുള്ളത് തക്കം നോക്കി എൻ്റെ ഭർത്താവിനെ കാണാൻ അവൾ വന്നല്ലേ. അമ്മേ, അനാവശ്യം പറയണ്ട. ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ചേച്ചിയും ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് എനിക്കറിയാടി, നീ അയാൾക്ക് സപ്പോർട്ടല്ലേ. അമ്മ എന്തൊക്കെയാ ഈ പറഞ്ഞത്? അതെന്റെ ചേച്ചിയാ, മറ്റേത് എൻ്റെ അച്ഛനും. അമ്മയെപ്പോലെ വിവരം ബോധം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. അമ്മ അത് കുറച്ചെങ്കിലും മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പം ഡി എന്ന് വിളിക്കാണ്. മതി അമ്മേ, ഒന്നിറങ്ങി പോയി തരവോ, ഞാൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് പഠിച്ചോട്ടെ എന്ന് പറയുമ്പോഴേക്കും വൈജ് പുറത്തേക്ക് ഇറങ്ങാണ്. ഞാൻ ഇല്ലത്ത് തക്ക നോക്കി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനോട് കൊഞ്ചിക്കിഴൻ അവൾ വന്നല്ലേ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വൈജ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെ അലിയ തിരികെ നാട്ടിലേക്ക് ചെല്ലാണ് കുളത്തുപുഴയ്ക്ക്. സന്ധ്യയായി, ഏകദേശം സന്ധ്യ സമയമായി. അപ്പോഴേക്ക് സ്റ്റാൻലി മുറ്റത്തുണ്ടായിരുന്നു. വന്നിറങ്ങിയ പാടെ അലിനോട് അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാണ്. അവിടുത്തെ ദയനീയാവസ്ഥ അലിന പറയുന്നുണ്ട്. കൃഷ്ണമോൾ അപ്പോഴേക്കും വിളിച്ചിട്ട് അച്ഛൻ കടയിൽ പോയ കാര്യമൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്കും അലിനയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. തൻ്റെ പ്രസൻസ് കാരണം ഒരാൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് അലീന സ്റ്റാൻലിയോട് പറയുമ്പം അത് ശരിയാണ് എന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അലീന ഡിഗ്രിയൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ എഴുതുന്നുണ്ട്. എല്ലാം അവൾ വളരെ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നന്നായി പഠിച്ച് 1ാം റാങ്കോടുകൂടി അവൾ പാസ്സാവുന്നുണ്ട്. അങ്ങനെ കളക്ടറായിട്ട് അലീനയ്ക്ക് പോസ്റ്റിങ്ങും കിട്ടുകയാണ്. അത് വേറെങ്ങും അല്ല കേട്ടോ, കോട്ടയം ജില്ലയിൽ തന്നെയാണ് അലീനയ്ക്ക് കളക്ടറായിട്ട് പോസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അലീനയുടെ പാഠം പത്രത്തിൽ വരുന്നുണ്ട്. രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കുന്ന വൈജ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടി വിറച്ച് പോവാണ്. പുതിയ കളക്ടറായിട്ട് അലീന ചുമതലയേൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാർത്ത. അതുകൊണ്ട് വൈജയ്ക്ക് സഹിക്കാനാവുന്നില്ല. അതുപോലെ തന്നെ കൃഷ്ണമോളും ബാലനും ബബിതയും പിന്നെ നമ്മുടെ രോഹിത്തും ഒക്കെ അത് ഭയങ്കര ആഘോഷമാക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ആ സമയം രേവതിക്കുട്ടിയും പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് കയറിയിട്ടുണ്ട്. അവൾക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു, വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ സ്റ്റാലിക്കും ഡാനിക്കും ഡെൽസയ്ക്കും എൽസമ്മയ്ക്കും അതുപോലെ ആ മുത്തശ്ശനും എല്ലാവർക്കും ആ വാർത്ത കേട്ടൊരു സന്തോഷമാകുന്നുണ്ട്. അവരുടെ കുടുംബത്തിലേക്ക് സ്റ്റാലി ജോസഫിന്റെ മകളായിട്ട് ഒരു IAS ആയല്ലോ, അതോർത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി വലിയൊരു പാർട്ടി തന്നെ അലിനയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാണ്. ഏറ്റവും വലിയൊരു പാർട്ടി തന്നെ എൻ്റെ മകൾക്ക് വേണ്ടി വേണമെന്നും പറഞ്ഞുകൊണ്ട് കുളത്തുപുറ ടൗണിൽ തന്നെ വലിയൊരു പാർട്ടി അവിടെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ അതിലെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അലീന ഒരു കളക്ടറായിട്ട് ജോലി മേടിക്കാണ്. ഇതറിഞ്ഞ് കമലയുടെയും വൈദ്യുതിയൊക്കെ റിലേ പോകുന്നുണ്ട് കേട്ടോ. അലീന ഒരിക്കലും ഇങ്ങനെയാവുമെന്ന് അവർ കരുതിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ തന്റെ മകളായതിൽ സ്റ്റാലി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷമാണല്ലോ വൈജി അറിഞ്ഞത് അലീന തന്റെ സ്വന്തം മകളാണെന്ന്. അങ്ങനെ തന്റെ മകൾ കളക്ടറായതറിഞ്ഞ് സ്റ്റാലി എല്ലാവർക്കും വിളിച്ച് വലിയൊരു പാർട്ടിയും വിരുന്നും ഒക്കെ നൽകുന്നുണ്ട്. ബാലേന്ദ്രനും ഇതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്റെ മമ്മി ഇത് കാണാനില്ലല്ലോ എന്നോർത്ത് രേവതിക്കുട്ടിക്കും അലീനയ്ക്കും വലിയ സങ്കടമാവുന്നുണ്ട് കേട്ടോ. ചിന്നമ്മക്കും അത് കണ്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഗ്രേസമ്മയും മാമച്ചനും അതുപോലെ എൽസമ്മയും ടെൽസയും ടാനിയും പിന്നെ കൊളത്തുപുഴയിലുള്ളവരും പുനലൂരുള്ളവരും പിന്നെ നമ്മുടെ കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയിലും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മനുവേട്ടൻ എല്ലാവരും അലീനയ്ക്ക് ആശംസകളുമായിട്ട് നേരിട്ട് തന്നെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ കളക്ടറായിട്ട് അലീന ചുമതലയേൽക്കുകയാണ്. ഇതുപോലെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.